മലയാള സിനിമാ ലോകത്ത് പുതിയ ചരിത്രം സൃഷ്ടിച്ച് എമ്പുരാൻ്റെ ആദ്യ ഷോ പൂർത്തിയായി. ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെ നീങ്ങും എന്നതാണ്. അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേർന്നു. അമൽനാഥ്, കേരളം കാത്തിരുന്ന മുഹൂർത്തമാണ് ഇന്ന് സംഭവിച്ചത്. പൂർത്തിയായിരിക്കുന്നു സിനിമ ആദ്യ ഷോ. എന്തൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്? എമ്പുരാൻ വലിയ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണല്ലേ? എമ്പുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞ് ആരാധകരൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ് ആരാധകർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എത്രമാത്രം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടും കൂടിയാണോ ഇവർ ഈ 6 മണിക്കുള്ള ഷോക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ എത്രയോ ഇരട്ടി അവർക്ക് ആ സിനിമയിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്ര വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരുള്ളത്. നമുക്ക് ആരാധകരിലേക്ക് തന്നെ പോകാം. എമ്പുരാൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത ഒരു സിനിമ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മേക്കിംഗ് ക്വാളിറ്റിയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ കോടികളുടെ ഒരു കണക്ക് തന്നെ എന്തായാലും കളികൾ തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ സിനിമ എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്ന ഒരു ആംഗിളിലൂടെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയണമെങ്കിൽ ലൂസിഫർ വേറൊരു ലെവൽ സ്റ്റെപ്പായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കളിയായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഖുറേഷി എബ്രഹാമിൻ്റെ പരിപാടികളാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. എന്നാലും ആ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്ന ഒരു ഓറ അത് വേറെ ലെവലാണ്. 1-2 ഗൂസ് ബംസ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഈ ഇൻട്രോ പറഞ്ഞ പോലെ ശരിക്കും തിയേറ്റർ കുലുങ്ങുന്ന ഇൻട്രോ ആണ്. ലാലേട്ടൻ്റെ ഇൻട്രോ ശരിക്കും തിയേറ്റർ കുലുങ്ങുന്ന ഒരു ഇൻട്രോ തന്നെയാണ്. നമ്മൾ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ ചുമ്മാ വെറുതെ തള്ളല്ല. ഇത് ശരിക്കും ലാലേട്ടൻ്റെ തിയേറ്റർ കുലുങ്ങുന്ന ഒരു ഇൻട്രോ തന്നെയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എനിക്കൊരു ലൂസിഫറിൻ്റെ താഴെ എമ്പുരാൻ നിൽക്കും. അപ്പോൾ നമ്മളെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡയറക്ഷൻ, അതായത് അദ്ദേഹം മലയാളത്തിൽ ഡയറക്ഷൻ ഫീൽഡിലും വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പൊതുവെയുള്ള ഒരു പ്രതികരണം. പൃഥ്വിരാജ് ഇപ്പോൾ ഒന്ന് ബ്രോഡാഡിയും ലൂസിഫറും നമ്മൾ കണ്ടപ്പോൾ ശരിക്കും എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ ഒരു ഡയറക്ഷൻ ലെവലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പീക്കിൽ നിൽക്കുകയാണ്. അതായത് മലയാളത്തിൻ്റെ ഒരു രാജമൗലി ആ ഒരു സെറ്റപ്പിലാണ്, മലയാളത്തിൻ്റെ ഒരു രാജമൗലി സെറ്റപ്പിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ടൈസൺ ആയാലും എല്ലാം വലിയ പ്രതീക്ഷകൾ നൽകുന്ന പ്രൊജക്ട്സാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു പൃഥ്വിരാജ് തെളിയിക്കട്ടെ. ഇനിയും ഇപ്പോൾ പുള്ളി പറഞ്ഞത് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരാൻ പോകുന്നത് ഇതിലും നന്നാവും എന്നാണ് തോന്നുന്നത്. പുള്ളി പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവുക എന്നുള്ളൊരു സാധനം ഇനിയും പുള്ളി തെളിയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എവിടെയാണ് വരുന്നത്? ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ് വരുന്നത്. ഈ പടം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റും കപ്പലും ഒക്കെ കയറി വന്നതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള വളരെ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ എന്താണോ പ്രതീക്ഷിച്ചത് അത്തരത്തിൽ ആ ഒരു പടം മികച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ആ ഒരു DJ പരിപാടിയൊക്കെ കാണാം. ആരാധകരൊക്കെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു വിജയം ആഘോഷിക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ അടുത്ത ഷോക്ക് വേണ്ടി ആരാധകർ കയറുവാൻ വേണ്ടി ഉള്ള ഒരു തിരക്കും ഒക്കെ ഈ ഒരു തിയേറ്ററിലുണ്ട്. വലിയ ഒരു വിജയം തന്നെയായി ഈ എമ്പുരാൻ മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.